യുവാക്കൾക്കിടയിലെ ലഹരി വ്യാപനം അല്ലെങ്കിൽ ലഹരി കടത്ത്, ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊന്നും ഇല്ലാത്ത ഒരു ദിവസം പോലും ഇല്ല എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ അല്ലേ? കോഴിക്കോടൊക്കെയാണ്. അവിടെ ഈ പോലീസിനെ കണ്ടപ്പോൾ യുവാവ് കയ്യിലുള്ള MDA പാക്കറ്റ് വിഴുങ്ങി എന്നുള്ളതാണ്. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഈ മൈക്കാവ് സ്വദേശിയായ ഷാനിദ് MDMA പാക്കറ്റ് വിഴുങ്ങുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് തരികളുള്ള 2 കവറുകൾ വയറ്റിലുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. അനൽക സേതുണ്ട്. അനൽക, എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? സേതുലക്ഷ്മി, ഇന്നലെ രാവിലെ ആയിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അതായത് താമരശ്ശേരി ഗ്രേഡ് SI രാജീവിന്റെ നേതൃത്വത്തിൽ, അതായത് ഈ താമരശ്ശേരി അമ്പായത്തോട് ഭാഗത്തൊരു പട്രോളിംഗ് നടത്തുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഈ അമ്പായത്തോട് അങ്ങാടിയിൽ നിൽക്കുകയായിരുന്ന ഷാനിദ് ഈ പോലീസിനെ കണ്ട സമയത്ത് കയ്യിലുള്ള ഒരു പാക്കറ്റ്, അതായത് MDMA പാക്കറ്റ് വിഴുങ്ങുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ആദ്യം ആ സംശയം തോന്നിയ പോലീസ് ഈ ഷാനിദിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ താൻ വിഴുങ്ങിയത് MDMA പാക്കറ്റാണ് പറയുകയും ചെയ്തു. ആ സമയത്ത് തന്നെ താമരശ്ശേരിയിലുള്ള താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ അവിടെ ഇത്തരം ഈ പരിശോധന നടത്താനുള്ള ഒരു സംവിധാനം ഇല്ലാത്തതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് നടത്തിയ പരിശോധനയിലാണ്, അതായത് എൻഡോസ്കോപ്പി, CT സ്കാൻ, രക്തപരിശോധന ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തിയ ശേഷമാണ് ഇത്തരത്തിൽ ഈ ഷാനിദിന്റെ വയറ്റിൽ ചെറുതരികളായിട്ടുള്ള 2 ചെറിയ MDMA പാക്കറ്റുകൾ ഉണ്ടെന്ന് ഈ ഡോക്ടർമാർ അവിടെ വെച്ച് സ്ഥിരീകരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ തന്നെ ICUവിലെ ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ ICUവിൽ ചികിത്സയിലാണ് ഷാനിദ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ ഷാനിദ് ചോദ്യം ചെയ്യലിൽ പറഞ്ഞത്, അതായത് പേടിച്ചിട്ടാണ് താൻ വിഴുങ്ങിയത് എന്നൊരു കാര്യമാണ് ഈ പോലീസിന്റെ അടുത്ത് ചോദ്യം ചെയ്യലിൽ പറഞ്ഞത്. ഏതായാലും നിലവിൽ ഈ NDPS ആക്ട് പ്രകാരം ഷാനിദിനെതിരെ, ഈ മൈക്കാവ് സ്വദേശി ഈ ഷാനിദിനെതിരെ നിലവിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സേതുലക്ഷ്മി, ശരി അനൽക, വ്യക്തമാണ്.